കുട്ടീസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരക്. ഞാൻ നിങ്ങളുടെ സ്വന്തം അനുമിസ്സാണ്. ഓക്കെ, മക്കൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ പുതിയ അക്കാദമിക് ഇയറിലേക്ക് കടന്നു അല്ലേ. അപ്പം നമ്മുടെ വെക്കേഷനൊക്കെ അവസാനിച്ചു. നമ്മൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ ബ്രിഡ്ജ് കോഴ്സുമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. മക്കൾ എല്ലാ ലൈവുകളും വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിപ്പം തയ്യാറെടുക്കേണ്ടത് ശരിക്കും ബേസിക്കിൻ്റെ കാര്യത്തിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സിനും നമുക്കൊരു അടിത്തറ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം വേണ്ടേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 2 പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സിമ്പിളാണ്, കുറച്ച് നമ്പേഴ്സ് കൊണ്ടുള്ള ഒരു പ്ലേ എന്ന് തന്നെ പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നമ്പേഴ്സുകൾ തന്നു കഴിഞ്ഞാൽ, ഒരു വലിയ നമ്പർ തന്നു എന്ന് വെച്ചോ, ഒരു 3 ഡിജിറ്റ് നമ്പർ തന്നു. ആ 3 ഡിജിറ്റ് നമ്പേഴ്സിനെ നിങ്ങൾക്ക് ഏതൊക്കെ 2 നമ്പേഴ്സുകൾ കൂട്ടിയാൽ കിട്ടും, 3 നമ്പേഴ്സുകൾ കൂട്ടിയാൽ കിട്ടും, 4 നമ്പേഴ്സുകളായാലോ 5 നമ്പേഴ്സുകളായാലോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ചുമ്മാ ഒന്ന് ആലോചിച്ചിട്ട് വേഗം നമ്മളെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ ആൻസർ ആയിട്ട് പറയണം. ഓക്കെ, അപ്പം ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ കിട്ടുവാണെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് തരുന്ന നമ്പർ 165 ആണ് കേട്ടോ, 165. അപ്പം 165 എന്ന് പറയുന്ന നമ്പർ കിട്ടണമെങ്കിൽ ഞാൻ ഏതൊക്കെ 2 നമ്പർ ആഡ് ചെയ്യണം, കൂട്ടണം എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ദെൻ ഏതൊക്കെ 3 നമ്പേഴ്സ് ആഡ് ചെയ്താൽ 165 കിട്ടും, ഏതൊക്കെ 4 നമ്പേഴ്സുകൾ, ഏതൊക്കെ 5 നമ്പേഴ്സുകൾ. സോ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് പല ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടാക്കാനും പറ്റും. പക്ഷെ അതിൽ ഏറ്റവും എളുപ്പത്തിൽ ചിന്തിച്ചുകൊണ്ട് ഫാസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ പറയാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ഞാനും ഒരു ആൻസർ പറയാം, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചുമ്മാ പറഞ്ഞാൽ മതി. ഇത് മാത്രമല്ല കേട്ടോ, പല രീതിയിൽ നമുക്ക് അതിൽ എന്ത് ചെയ്യാം, ആൻസേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 165 എളുപ്പത്തിൽ നോക്കുവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, യെസ് 100 + 65 എഴുതാം അല്ലേ. 100-നെ 100-നോട് 65, 100-നോട് 65 ആഡ് ചെയ്യാം. ഇനി അതല്ല, കുറച്ച് പേര് എന്ത് ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ, ഇപ്പോൾ യെസ് ഇപ്പം 160-നോട് അല്ലേ, 160-നോട് 5ഉം ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇതൊന്നും തെറ്റല്ല കേട്ടോ, ഇതൊക്കെ ശരിയായിട്ടുള്ള ആൻസർ തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൻസർ ഏതാണോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം എഴുതാണ് 100 + 65. കുഴപ്പമില്ലല്ലോ, നിങ്ങളെ ബോർഡ് കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, റെഡ് കളറിൽ എഴുതിയാൽ കാണുമല്ലോ അല്ലേ, കാണില്ലേ? ബ്ലാക്ക് കളറിലും എഴുതാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, നോക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത 3 നമ്പേഴ്സുകൾ ആഡ് ചെയ്താൽ നമുക്ക് 165 കിട്ടണം. സോ എളുപ്പത്തിൽ ഞാനിപ്പം ചെയ്യുന്നൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ, ഇവിടെ 100 ഉണ്ട് അല്ലേ, ഈ 100-നെ ഒന്ന് സ്പ്ലിറ്റ് ആക്കിയാൽ പോരെ. യെസ്, ഈ 100-നെ ഞാൻ ഈക്വലി സ്പ്ലിറ്റ് ആക്കാം, എനിക്കല്ല വേറെ ഏത് രീതിയിൽ വേണമെങ്കിൽ സ്പ്ലിറ്റ് ആക്കാം. സോ ഞാൻ ഈ 100-നെ ഈക്വലി സ്പ്ലിറ്റ് ആക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതും, യെസ് 50 + 50 എന്ന് എഴുതാം. ദെൻ എന്തിനേയും കൂടെ ആഡ് ചെയ്താൽ മതി, 65-നെയും കൂടെ ആഡ് ചെയ്താൽ മതി ഇല്ലേടാ. അപ്പം 50 + 65 എന്ന് പറഞ്ഞാൽ ആരായിട്ട് തന്നെ വരും, 165 എന്ന് തന്നെ വരും ഇല്ലേ. ഇനി അടുത്ത് നോക്കാം, ഞാൻ ഈ 50-നെ എന്താക്കാൻ പോവാണ്, ഇനിയും 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. 50-നെ ഇനിയും 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, 25 + 25 എന്ന് കിട്ടി. ഓക്കെ അല്ലേ. ഇനി അടുത്ത് ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്, 50-നെ ആഡ് ചെയ്തു, 65. ഇപ്പം എത്ര തന്നെയാണ്, 165 തന്നെയായി. ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ചിലപ്പോൾ ആലോചിച്ചിരിക്കും, ഇത് കൂട്ടിയോ കിട്ടുമോ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ടാവും. സോ ആ രീതിയിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, അധികം തലയിൽ ഒരു എന്താ പറയുക, ബേജാറാവാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടാനുള്ള രീതി എന്താണ്, ഈ നമ്പേഴ്സിനെ ഒന്ന് സ്പ്ലിറ്റ് ആക്കിയാൽ മതി, ഈക്വലി സ്പ്ലിറ്റ് ആക്കുക. ഓക്കെ, ഇനി അടുത്ത റൗണ്ടിൽ നോക്കിക്കേടാ, 5 നമ്പേഴ്സുകൾ ആഡ് ചെയ്യണം അല്ലേ, 5 നമ്പേഴ്സുകൾ ആഡ് ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ഒരു 25-ഉം 25-ഉം ഇവിടെ എഴുതിയാൽ ഓക്കെ ആണല്ലേ. ഓക്കെ, ഞാൻ ഈ 25-ഉം 25 ഇവിടെ തന്നെ എഴുതി. ദെൻ ഞാൻ എന്ത് ചെയ്യുകയാണെന്നറിയോ, രണ്ടാമത് കിടക്കുന്ന ഈ 50-നെ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ എന്ത് വരും, 25 + 25 എന്ന് എഴുതാം. ഈ 25 + 25 എന്ന് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ 20 + 30 എന്ന് എഴുതാം. 50-നെ നിങ്ങൾക്ക് ഏത് രീതിയിലും സ്പ്ലിറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആൻസർ ഉണ്ടാവും, വെറൈറ്റി ഓഫ് ആൻസേഴ്സ് ആയിരിക്കില്ല അത്. ഓക്കെ, അതെന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയാം, എത്ര വെറൈറ്റി ഓഫ് ആൻസേഴ്സ് നമുക്ക് കിട്ടും എന്ന് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടി, യെസ് 165 എന്നുള്ള നമ്പർ പല നമ്പേഴ്സുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്ന് നമ്മൾ കണ്ടെത്തി.
പക്ഷെ ഇത് അഡിഷൻ ആയതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതല്ലേ. അപ്പോൾ അത് സബ്സ്ട്രാക്ഷൻ ആണെങ്കിലോ? അപ്പോൾ സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ അത് എങ്ങനെ വരും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തത്. നോക്കടാ, എനിക്ക് ഇവിടെ തന്ന നമ്പർ 25 ആണ്. സോ എനിക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെ 2 നമ്പേഴ്സുകൾ മൈനസ് ചെയ്താൽ 25 കിട്ടും, ഏതൊക്കെ 3 നമ്പേഴ്സുകൾ സബ്സ്ട്രാക്ട് ചെയ്താൽ എനിക്ക് 25 കിട്ടും. അങ്ങനെ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇതിൻ്റെ ആദ്യത്തെ 2 ആൻസേഴ്സ് ഞാൻ ചെയ്യും, ബാക്കിയുള്ള ആൻസർ നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം സിമ്പിളായിട്ട് തന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ 50ൽ നിന്ന് കേട്ടോ, 50ൽ നിന്ന് 25 മൈനസ് ചെയ്താൽ എനിക്ക് 25 ആണ് കിട്ടുക. സോ ഞാനത് എളുപ്പത്തിൽ കണ്ടെത്തി. നിങ്ങൾക്ക് പല ആൻസറും കിട്ടും. പല ആൻസർ ഏതാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ 50ൽ നിന്ന് 25 മൈനസ് ചെയ്താൽ എനിക്ക് 25 കിട്ടും. നെക്സ്റ്റ് ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ 3 നമ്പേഴ്സുകൾ മൈനസ് ചെയ്യണം. അപ്പോൾ അതേ ഞാൻ വേഗം എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 75 എടുത്തു. 75ൽ നിന്ന് 25 മൈനസ് ചെയ്ത് നോക്കിക്കേ. 75ൽ നിന്ന് 25 മൈനസ് ചെയ്താൽ എനിക്ക് ആൻസർ 50 എന്ന് കിട്ടും അല്ലേ. 50ന്ന് ഇനിയും എനിക്ക് എന്ത് മൈനസ് ചെയ്താൽ മതി? 25 തന്നെ മൈനസ് ചെയ്താൽ എനിക്ക് ആൻസർ ആയിട്ട് ആരെ കിട്ടുമെടാ? 25 കിട്ടും. കണ്ടോ, ഈ ഒരു രീതി എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. സോ ബാക്കിയുള്ള ആ 2 നമ്പേഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. സോ എളുപ്പത്തിൽ എന്ത് ചെയ്യുക, 25 എന്നുള്ള നമ്പർ കിട്ടാൻ ഏതൊക്കെ 4 നമ്പേഴ്സുകൾ മൈനസ് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യണം എന്ന് കണ്ടെത്തുക. അതുപോലെ തന്നെ 5 നമ്പേഴ്സുകളും കണ്ടെത്തുക. എന്നിട്ട് വേഗം ഓടി വന്ന് നമ്മൾ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾ എല്ലാവരും ആൻസർ ഞാൻ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. സോ എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും ഒരുപാട് ലൈവുകൾ നിങ്ങൾക്ക് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ലൈവുകളൊന്നും മിസ് ചെയ്യാതെ എൻ്റെ കുട്ടികൾ എന്തായാലും വാച്ച് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സിനോടും ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ലൈവിൽ കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ, സീ യു.